ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഏതാണ്? ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദം ഏതാണ്? സമ്പത്താണോ? സമ്പത്താണ് എങ്കിൽ 2 ദിവസം മുമ്പ് സ്വന്തം വെടിയേറ്റ് ഒരു സുഹൃത്ത് മരണപ്പെട്ടു. ആ മരണപ്പെട്ട സുഹൃത്തിന് ക്യാഷില്ലായിട്ടല്ല, മരിക്കുന്ന സമയത്ത് 12,000 കോടി വ്യത്യസ്ത ബാങ്കുകളിൽ അദ്ദേഹത്തിന് ഡെപ്പോസിറ്റ് ഉണ്ട്, അസറ്റ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി 9 പേജുള്ള മരണക്കുറിപ്പും എഴുതിയിട്ടാണ് അയാൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എങ്കിൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ന്യൂയോർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫിനാൻഷ്യലി, സാമ്പത്തികമായി ഏറ്റവും മുൻപന്തിയിലുള്ള പ്രദേശവും അവിടെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മതം വേണ്ട എന്ന് ചിന്തിക്കുന്നതോ അതും ന്യൂയോർക്കിലാണ്. ആ ന്യൂയോർക്കിൽ സാമ്പത്തികമായി ഉണ്ടായിട്ടും ആത്മഹത്യ കൂടാനുള്ള കാരണം എന്താ? ജീവിതത്തിന് ചില മൂല്യങ്ങളുണ്ട്, ചില വാല്യൂസ് ഈ ജീവിതത്തിനുണ്ട്. ആ വാല്യൂസ് ആണ് സന്തോഷകരമായ കുടുംബം. ജീവിതത്തിലെ ആനന്ദം എന്താ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി അസ്സാദിഖുൽ മസ്തൂഖ് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് മിൻ സആദത്തിൽ മർഇൽ മുസ്ലിം, വിധേയത്വം റബ്ബിന് സമർപ്പിക്കാൻ തീരുമാനിക്കുകയും ജീവിതത്തെ കൃത്യമായി ട്രൂ ട്രാക്കിലൂടെ കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുകയും ഈ ജീവിതം സന്തോഷകരമാവണം എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയുണ്ടോ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ആനന്ദം വേണമെങ്കിൽ, ലൈഫ് ഒരു റിലാക്സേഷൻ സംഭവിക്കണമെങ്കിൽ, ജീവിതത്തിൽ സന്തോഷം നേടണമെങ്കിൽ, എല്ലാ മേഖലകളിലും വിജയിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, 4 കാര്യം ഒരാളുടെ ജീവിതത്തിലുണ്ടോ അവരുടെ ജീവിതം സന്തോഷകരമാണ്, ജീവിതം ആനന്ദമാണ്. ഏതാണ് 4 കാര്യങ്ങൾ? അൻയകൂന സൗജതുഹു മുവാഫിഖ, ഇണയുടെ തുണ പരസ്പരം അറ്റാച്ച്മെന്റ് ഉള്ള, പൊരുത്തമുള്ളവരാവലാണ്. പൊരുത്തം 5 വിധം പൊരുത്തം. ഉപ്പയും ഉമ്മയും, ഭാര്യയും ഭർത്താവും, വല്ലിപ്പയും വല്ലുമ്മയും, മരുമകനും മരുമകളും, 5 വിധത്തിലുള്ള പൊരുത്തം. അത്തവാഫുഖുൽ ഖൽബിയ, മെന്റൽ അറ്റാച്ച്മെന്റ്. അത്തവാഫുഖുൽ ദീനിയ, സ്പിരിച്വൽ അറ്റാച്ച്മെന്റ്. അത്തവാഫുഖുൽ മാലിയ, ഫിനാൻഷ്യൽ അറ്റാച്ച്മെന്റ്. അത്തവാഫുഖുൽ സിഹ്ഹിയ, ഹെൽത്ത് അറ്റാച്ച്മെന്റ്. അത്തവാഫുഖുൽ ജസദിയ, ഫിസിക്കൽ അറ്റാച്ച്മെന്റ്. 5 വിധത്തിലുള്ള പൊരുത്തം ജീവിതത്തിൽ വേണം. ഇന്ന് കുടുംബം 2 വിധത്തിലാണ്. ഒന്ന് ന്യൂക്ലിയർ ഫാമിലി, മറ്റൊന്ന് ജോയിന്റ് ഫാമിലി. ഒന്ന് അണുകുടുംബം, ഭാര്യ ഭർത്താവ് കുട്ടി, അതിനപ്പുറം പോകൂല. അങ്ങോട്ട് നോക്കൂല, ജ്യേഷ്ഠനെ നോക്കൂല, അനിയനെ നോക്കൂല, ബാപ്പാനെ നോക്കൂല, ഉമ്മാനെ നോക്കൂല, അമ്മാസാക്കാനെ ആ മോശം കാക്കാന്നാ പറയാം. ആ രൂപത്തിലുള്ള ഫാമിലി ന്യൂക്ലിയർ ഫാമിലി. മറ്റൊന്ന് ജോയിന്റ് ഫാമിലി, ബറക്കത്ത് ജോയിന്റ് ഫാമിലിക്കാണ്. ആ ഏതൊരു കുടുംബാണെങ്കിലും അതിന്റെ പ്രഥമ കണ്ണികളാണ് ഭാര്യ ആൻഡ് ഭർത്താവ്. ഒന്നാമതായി വേണ്ടത് അത്തവാഫുഖുൽ ഖൽബിയ, മാനസികമായ പൊരുത്തമാണ്. ഭാര്യ ചെന്നൈ പ്രിന്റ്, ഭർത്താവ് ബാംഗ്ലൂർ പ്രിന്റ് ആണെങ്കിൽ ആ ലൈഫിൽ സന്തോഷം ഉണ്ടാവില്ല. പിന്നെയോ അവിടെ വേണ്ടത് 2 പേരും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് നല്ലൊരു കേൾവിക്കാരനായി, ഭർത്താവ് പറയുന്നത് ഭാര്യയും ഭാര്യ പറയുന്നത് ഭർത്താവും കൃത്യമായി കേൾക്കുക. രാത്രി 9 മണിക്ക് ശേഷം മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക. രാവിലെ എണീറ്റ ഉടനെ മൊബൈലിലേക്ക് നോക്കാതിരിക്കുക. പാസ്വേഡ് പരസ്പരം അറിഞ്ഞിരിക്കുക. രഹസ്യങ്ങൾ പരസ്പരം ഇല്ലാതിരിക്കുക. നല്ല രൂപത്തിലുള്ള മാനസികമായ പൊരുത്താണ് വേണ്ടത്. ആ പൊരുത്തമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു, സ്വർഗലോകത്ത് സൃഷ്ടിച്ചു. അതും ആഫ്റ്റർ ഡിസ്കഷൻ, നല്ലൊരു ചർച്ച ചെയ്തതിന്റെ ശേഷമാണ് അള്ളാഹു തആല സൃഷ്ടിച്ചത്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം, എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്നൊക്കെ എല്ലാം ചോദിച്ച് മലക്കുകളോടൊക്കെ മുശാവറ നടത്തിയിട്ടാണ് ആദം നബിയെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. ആദം നബിയെ സൃഷ്ടിച്ചു, ഇടത്തെ വാരിയല്ലുകൊണ്ട് ഹവ്വാ ബീവിയെയും സൃഷ്ടിച്ചു. ആദം നബിയെ സൃഷ്ടിച്ചത്
പുറത്തെ മണ്ണിൽ നിന്ന് 360 ഇനം മണ്ണിൽ നിന്നാണ് എന്ന് ഇബ്നുൽ വർദി തങ്ങൾ ഖരീദയിൽ വിശദീകരിച്ചതായി കാണാം. ഹവ്വാമാനെ പടച്ചതോ ആദം നബിയുടെ സ്കിന്നിന്റെ അകത്തെ മീറ്റ്, മാംസത്തിന്റെ അകത്തെ എല്ല്, ആ എല്ലുന്നാണ്, അഥവാ ഉള്ളിന്റെ ഉള്ളുന്നാണ്. ആണിന്റെ പ്രവർത്തന മേഖല പുറത്ത്, പെണ്ണിന്റെ പ്രവർത്തന മേഖല അകത്ത് എന്നുള്ളത് ആ ഒരു പ്രൊഡക്ടിവിറ്റിയിൽ തന്നെ, അതല്ലെങ്കിൽ ആ ഒരു ക്രിയേഷനിൽ തന്നെ അല്ലാഹു തആല ലോകത്തെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഇടത്തെ എല്ലിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹായെ അല്ലാഹു സൃഷ്ടിച്ചു. അങ്ങനെ മുമ്പിൽ ഇങ്ങനെ നിർത്തി ആദം നബി ഇങ്ങനെ ഉണർന്നു. അങ്ങനെ ഉണർന്നു നോക്കുമ്പോൾ മുമ്പിലൊരു സംഭവം, മാ ഹാദാ, എന്താ അത് ആദ്യം. അപ്പോ ആള് പറഞ്ഞു, ഞാന് ഹവ്വയാണ്. അവ നേരത്തെ കുറെ കാര്യങ്ങൾ അല്ലമ ആദമൽ അസ്മാ കുല്ലഹ എന്നാണ്, എല്ലാ പേരുകളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരാൾ പറഞ്ഞത് ആദം നബിക്ക് അസ്മാവും കൂസ്മാലിറ്റിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെയല്ല, എല്ലാ വിഷയങ്ങളും അസ്മാ ദിക്ർ മന്ത്രം അത് വേറെ, അത് ഹദീസിൽ വന്ന മറ്റു സംഭവങ്ങളാണ്, അത് മറ്റു കാര്യം. അപ്പൊ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പെണ്ണാണല്ലേ. അപ്പൊ ചോദിച്ചു, ലീ മഹുലിക്കെത്തി, എന്തിനാണ് നീ എന്നെ കുത്തിക്കണിച്ചിക്കണ്, എന്തിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോ വയലിന് വന്ന ഉമ്മമാരെ ഹവ്വാ ബീവി പറഞ്ഞതിൽ ഇതസ്കുന ഇലയ്യ, എന്നിലൂടെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ വേണ്ടിയാണ്, ഞാൻ നിങ്ങൾക്ക് സന്തോഷം തരാൻ വേണ്ടി നിയുക്തയായവളാണ്. അതാണ് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വേണ്ടത് സ്നേഹമാണ്, ഇഷ്ടമാണ്, പരസ്പര ബഹുമാനമാണ്, കാരുണ്യമാണ്. അതിനു വേണ്ടത് മാനസികമായ പൊരുത്തമാണ്, വിട്ടുവീഴ്ചയാണ്. ജീവിതത്തിൽ വിട്ടുവീഴ്ച വേണം. ചില കുറവുകൾ ഉണ്ടായിരിക്കാം. മനുഷ്യൻ എന്ന നിലക്ക് പല നിലക്കുണ്ടാവാം. മനുഷ്യന് മനുഷ്യൻ എന്ന് പേര് വരാൻ 10 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് മനസ്സുള്ളവൻ എന്ന അർത്ഥത്തിലാണ്, മറ്റൊന്ന് മറവിയുള്ളവൻ എന്ന അർത്ഥത്തിലാണ്. മറവി ഉണ്ടാവാം. നാളെ ഞങ്ങളെ പള്ളിന്റെ മുമ്പില് ഒരു തങ്ങളെ കട ഉണ്ട്. ആ കടയിൽ നിന്ന് ഒരാൾ മറവിക്ക് മരുന്ന് വാങ്ങിയിട്ട് അത് മറന്നിച്ചു പോയി. ഞങ്ങൾ കുറെ ആലോചിച്ച് തീർച്ചു, ഇയാള് മറവിക്കായി മരുന്ന് വാങ്ങിക്കൊണ്ടുപോണത്, എന്നിട്ട് അതാണ് മറന്നുപോയി. അങ്ങനെ മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെ, പലതും മറക്കും. കുട കൊണ്ടുപോകാൻ മറക്കും, കൊണ്ടുപോയി നേരിട്ട് ആരാന്റെ അടുത്ത് പോരും. എന്നിട്ട് ഇനി അത് അവിടെ എത്തിക്കാന്നുള്ളത് ചിന്തിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്. പല ആൾക്കാരും പല സംഭവങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ പലതും മനുഷ്യരെന്ന നിലക്ക് സംഭവിച്ചിരിക്കാം. ഒരാണിന് ഏകദേശം 7000 അക്ഷരങ്ങൾ ഒരു ദിവസം ഉച്ചരിക്കണം. ഒരു പെണ്ണിന് 20,000 അക്ഷരങ്ങൾ ഉച്ചരിക്കണം. എന്നാലേ ആശ്വാസം ഉണ്ടാവും. അധ്വാനം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ഭർത്താവ് പെട്ടെന്ന് കടന്നുറങ്ങിയ പെണ്ണ് മനസ്സിലാക്കുക, അയാളെ 7000 അങ്ങാടിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. പ്രശ്നം തീർന്നു. പെണ്ണ് തലയുടെ ഭാഗത്ത് വന്നിട്ട് വല്ലാത്തൊരു സംഭവമാണെങ്കിലൊന്നും പറഞ്ഞാൽ കേൾക്കൂല എന്ന് പറയാത്തിന്റെ രാവാരി ചെയ്തു, ഞങ്ങളെ ചക്കര കൊടുത്തില്ല, ഞാൻ അങ്ങനെ എന്ന് പറയുന്നുണ്ട് നിൽക്കുക. ഇവിടെ 20,000 കഴിഞ്ഞിട്ടില്ല, അടുത്ത ആൾക്കാർ ഇങ്ങോട്ടോ പോയിണ് എന്ന് മനസ്സിലാക്കുക. പ്രശ്നം തീർന്നു. കാരണം ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിലാണ് വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രശ്നം. അങ്ങനെ ഭയങ്കര പ്രശ്നം നടന്നിട്ട് ഈ ഭാര്യ ഭർത്താവിനെ കൊണ്ടുവെക്കാൻ പോവുകയാണ്. ഞാൻ കൊണ്ടായി കഴിയുന്നത്, എന്നാ കൊണ്ടുവെക്കാൻ പോവാ. അങ്ങനെ കുറെ നടന്നു, ഓളെ കൊണ്ടുവെക്കാൻ പോവാണ്. അങ്ങനെ കുറെ നടന്നപ്പോ ഇയാൾക്ക് ഭയങ്കര ദാഹം. ഓളോട് ചോദിച്ചു, ഇജി ആ അടുത്ത പരിന്നൊരു കപ്പ് വെള്ളം കൊണ്ടുവന്നേരും ചോദിച്ചു. അപ്പൊ ഭർത്താവിനല്ലേ ഇനി എപ്പോഴും കാണാൻ കഴിഞ്ഞോളന്നില്ലല്ലോ എന്നുള്ളവർക്ക് ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. അതിങ്ങനെ കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ അവൾക്ക് ഭയങ്കര ദാഹം. അപ്പോ എനിക്ക് നടക്കാൻ കഴിയൂല, നിങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്നേരോ. അത് കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുത്തു. ഇതിങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും തിരിഞ്ഞു ചോദിച്ചു. ഇല്ല, എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല പറഞ്ഞു. എനിക്കൊരു കാര്യം തിരിഞ്ഞു പറഞ്ഞു. എന്താ തിരിഞ്ഞത് ചോദിച്ചു. എനക്ക് എന്നെ വേണം, നിനക്ക് ഞാനും വേണം, നമുക്ക് വീട്ടിൽ തന്നെ പോവാം. ഇവിടെ രണ്ടാളും തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു പറഞ്ഞു. അപ്പൊ ചെറിയ വിഷയങ്ങളുടെ പേരിലാണ്, കാരണങ്ങളൊന്നും വേണമെന്നില്ല. അങ്ങനെ ഇപ്പൊ ഭാര്യയും ഭർത്താവും മാങ്ങ കഴിക്കുക, നല്ല മധുരമുള്ള മാങ്ങ. ആ മാങ്ങ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരാളെ കയ്യിൽ മാങ്ങയുടെ വിത്തുണ്ട്, മാങ്ങൻ തണ്ടി എന്നൊക്കെ പറയില്ലേ, ആ സാധനം കയ്യിലുണ്ട്. അതിങ്ങനെ കടിച്ചിങ്ങനെ അടിയില് ഭർത്താവ് പറഞ്ഞു, ഞാനിത് കുഴിച്ചിടാൻ പോവാണ് പറഞ്ഞു. അപ്പൊ ആര് ചോദിച്ചു, എന്നിട്ടോ എന്ന് ചോദിച്ചു. അത് നല്ലൊരു മാവിന്റെ തൈ ഉണ്ടാവും. ആ എന്നാ ഞാനിത് വെള്ളമൊക്കെ നനച്ചോട്ട് ഇങ്ങനെ ഉഷാറാക്കി ഉണ്ടാക്കും. അതങ്ങനെ വളർന്ന് വലുതാവും. വലുതായി വലുതായി നല്ല മാങ്ങ ഉണ്ടാവും. സാധനം കയ്യിലാട്ടോ,
ഭയങ്കര അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും. ആ നമുക്ക് അവർക്ക് കൊടുക്കണം, പിടിക്ക് കൊടുക്കണം, പൂരിയൊക്കെ തുടങ്ങി അങ്ങോട്ട് കൊടുക്കണം, കുറച്ച് അങ്ങാടി കൊണ്ടേ വിൽക്കണം. അങ്ങനെ ഇങ്ങനെ പറയണതിൻ്റെ അടിയിൽ ഇത് കുറെ വലുതാകുമ്പോൾ കുട്ടികൾ എറിയുന്ന സമയത്ത് നമ്മളപ്പോഴേക്ക് ഈ മാങ്ങയുടെ ലാഭം കൊണ്ട് വലിയ വീടുണ്ടാക്കിയിട്ടുണ്ടാവും. ആ വീടിന്റെ ജനലിൽ കുട്ടികളെ കല്ല് കൊണ്ട് പൊട്ടുമ്പോ എനിക്ക് ദേഷ്യം വന്നാല് ഞാനത് മുറിക്കുന്ന മുറിക്കേ മുറിച്ചിട്ട് ചോദിച്ചു. ഞാൻ അതുകൊണ്ട് നല്ലൊരു തോണി ഉണ്ടാക്കുന്ന തോണി ഉണ്ടാക്കിയിട്ടോ തോണിയിൽ ഞാൻ ഉപ്പും കച്ചവടം തുടങ്ങുന്നു. ഉപ്പും കച്ചവടം തുടങ്ങാൻ ഞങ്ങൾ ഉപ്പ് കൊണ്ടുപോകുമ്പോ ഞാൻ അതിന്ന് ഒരു പിടി വാരുട്ടോ എന്ന് പറഞ്ഞപ്പോ ഒറ്റ അടിയ കൈനട്ടം വിൽക്കണതിന് മുമ്പ് നമുക്ക് ജാതിയെ ചെന്നെടുക്കുക. ഇത്ര ഏതൊരു വിഷയങ്ങൾ എടുത്തുകൊണ്ടും ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ പലതും ഇങ്ങനെ വളരെ സിമ്പിളായ വിഷയമായിരിക്കും. അതുകൊണ്ട് വേണ്ടത് എന്താ? അത്തവാഫുൽ ഖൽബിയ, പരസ്പരം മാനസികമായ പൊരുത്തമാണ്. ആ പൊരുത്തമായിരുന്നു മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അവിടുന്ന് 29ാമത്തെ വയസ്സിൽ മഹദിയവറുകൾ കൺമറഞ്ഞു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അവിടുന്ന് വഫാത്തായത് മുതൽ അവിടുന്ന് അലിയാര് തങ്ങൾ കുത്തേൽക്കുന്നത് വരെ, വെട്ടേൽക്കുന്നത് വരെ ദിവസവും ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ അടുക്കൽ പോയി അലയ്യ കതീറത്തുൻ وصحيبها حتى الممات عليل لكل اجتماع من خليلين فرقة وكل الذي دون الفرق قليل وإن افتقادي فاطمة بعد أحمدي دليل على ألا يدوم خليل. ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ അടുക്കൽ വന്ന് കരയാത്ത ദിവസങ്ങളില്ല. എന്തേ കാരണം? ആ നിലക്ക് അവര് മാനസിക പൊരുത്തമാ. ബഹുമാനപ്പെട്ട ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറാ അസ്സാദിഖുൽ മസ്തൂഖ് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഖദീജ ബീവി വഫാത്തായതിന്റെ ശേഷം കാന യുക്തിറു ദിക്റഹ, അവിടുത്തെ കുറിച്ച് പറയാറുണ്ട്. റുബമാ ദബഹ ശത്ത, ചിലപ്പോൾ അവിടുന്ന് ആടിനെ ഇറക്കും. ഫയഖതഉഹ അഅളാ, അതിനെ പീസ് പീസാക്കി പാർട്ടാക്കി ثم يرسل الى صدائق خديجه, ഖദീജ ബീവിയുടെ സ്നേഹിക്കുന്ന ആളുകളിലേക്ക് ആ മാംസം ഖദീജ ബീവിയുടെ പേരിൽ കൊടുക്കാറുണ്ട്. മഖ്ദൂം തങ്ങളുടെ പേരിൽ നേർച്ചയ്ക്ക് മാംസം കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, അത് ആ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവര്. അത് ശിർക്കെന്നോ കുഫ്റെന്നോ മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല. സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഏതായിരുന്നാലും ആ നിലക്ക് ഹബീബായ നബി തങ്ങൾ അവിടുത്തെ ഭാര്യമാരും തമ്മിൽ വലിയ സ്നേഹമാണ്. വേദനിക്കുന്ന ഒരു വർത്തമാനവും വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനവും അവിടുന്ന് പറയൂല. ഭാര്യമാരോട് മാത്രമല്ല, 10 വർഷത്തോളം നബി തങ്ങൾക്ക് ഖിദ്മ ചെയ്ത അനസ് ബിൻ മാലിക് തങ്ങൾ, ഇന്ന റിജാലൽ അൻസാരി വനിസാഹും, അൻസാരികളായ ആണുങ്ങളും പെണ്ണുങ്ങളും അവരെല്ലാവരും, സ്ത്രീ പുരുഷന്മാർ എല്ലാവരും ഹദിയ കൊണ്ടുവന്ന് തരുന്നുണ്ട്. എന്റെ അടുക്കൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളെ 8ാമത്തെ വയസ്സിൽ അനസ് ബിൻ മാലിക് തങ്ങളെ ഏൽപ്പിച്ചപ്പോൾ 18 കൊല്ലം ഖിദ്മ ചെയ്ത്, ആ 10 കൊല്ലം ഖിദ്മ ചെയ്ത് അനസ് ബിൻ മാലിക് തങ്ങളുടെ 18ാമത്തെ വയസ്സിൽ ഹബീബായ തങ്ങൾ വഫാത്താകുന്നത് വരെ ഖിദ്മ ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച അനസ് ബിൻ മാലിക് തങ്ങൾ പറയുന്നു, മളറബനി മഖഹറനി വമശതമനി, എന്നോട് ചൂടായിട്ടില്ല, വരണ്ടാവാറില്ല, വാക്കുകൊണ്ട് വേദനിപ്പിക്കാറില്ല. അത് നബി തങ്ങളുടെ ശൈലിയ. തൂബാ ലിമൻ തയ്യബൽ കലാം, സംസാരം എല്ലാ കാര്യം സിമ്പിളാക്കാം. ഭർത്താവ് കുറച്ച് ഹീറ്റായാൽ ഒന്നുമില്ല, അവിടുന്ന് അപ്പുറത്തേക്ക് പോവുക, അതല്ല എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ട് അതാണ് തണുപ്പിക്കാൻ വേണ്ടത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അതോടുകൂടെ കാര്യങ്ങളൊക്കെ സിമ്പിളാക്കുക. ചാക്കിൽ വഴുതി വീണാൽ ഒരു അപ്രതീക്ഷിത മുന്നേറ്റം, ഡോൺ വറി, അത്രേ ഉള്ളൂ. ഏതെന്നെ വിഷയം വന്നാലും, കാരണം ആലോചിച്ചാലും ആലോചിച്ചിട്ടില്ലെങ്കിലും, ടെൻഷനായാലും ടെൻഷനായിട്ടില്ലെങ്കിലും നടക്കാനുള്ളത് നടക്കും. അബ്ദുൽ മുഹ്സിൻ റളിയല്ലാഹു അൻഹു അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വല്ലിപ്പാനോട് കംപ്ലൈന്റ് പറഞ്ഞു, കുറെ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞപ്പോ അലിയാർ തങ്ങൾ എന്താ പറഞ്ഞത്? അലിയാർ തങ്ങൾ പറഞ്ഞു, ഇസ്ബിർ ഖലീലൻ ഫബഅദൽ ഉസ്രി തയ്സീറു ലികുല്ലി അംരിൻ ലഹു വഖ്തുൻ വതദ്ബീറു വലിൽ മുഹൈമിനി ഫീ ഹലാതിനാ നദറു വഫൗഖ തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു. ഏത്
ഏതൊരു വിഷയത്തിനും റബ്ബിന് ചില തീരുമാനമുണ്ട്. റബ്ബ് വരക്കും, നമ്മൾ നടക്കും. റബ്ബ് വരക്കും, നമ്മൾ നടക്കും. നിയന്ത്രിക്കുക. ഖലീലൻ, ജീവിതത്തിൽ എല്ലാ മേഖലയിലും കുറച്ച് നിയന്ത്രണം ഉണ്ടോ? ഏതൊരു കയറ്റത്തിനും ഒരു ഇറക്കുണ്ട്. ഏതൊരു പ്രയാസമായ കാര്യമോ അത് സിമ്പിളായി വരും. ദുന്യാവ് അങ്ങനെ. ലികുല്ലി അംരിൻ, ഏതൊരു വിഷയത്തിനും ലഹു വഖ്തും വതദ്ബീറു, അതിന് ചില നിയന്ത്രണങ്ങളും ചില സമയങ്ങളും ഉണ്ട്. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കും. ഒന്ന്. രണ്ടാമത്, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്പിരിച്വൽ അറ്റാച്ച്മെന്റ്, ആത്മീയമായ പൊരുത്തം. ഭാര്യ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, വിത്ർ നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, എല്ലാം ഓതുന്നുണ്ട്. ഭർത്താവാണെങ്കിലോ പടിഞ്ഞാട്ട് തള്ളിട്ടാലും കേക്കോട്ടെ വീടുള്ളൂ, വരാല് മുസീബത്ത്. അത് ഭയങ്കര പ്രശ്നം. സംഭവം എങ്ങനെയാണ്? വ്യത്യസ്ത സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ചില സംഗതികൾ ഉണ്ടാവും. എന്നാൾ ഒരാൾ ഹോട്ടലിൽ നിന്ന് പറയേണ്ടി, ചായപ്പീടി നീ സ്വർണ്ണ വില കൂടും കുറയും ചെയ്യണേ, എന്താ അതിന്റെ കാരണം എന്നുള്ളത് രണ്ട് കാക്കാര് ചർച്ച ചെയ്യാം. ഒരു കോയാക്കും ഒരു കമ്മാലിയാക്കി. ഭയങ്കര ചർച്ച. പേരുകൾ അത് ഒരു സാന്ദർഭികമായി പറഞ്ഞതാണ്. രണ്ടാളുകൾ തമ്മിൽ ചർച്ച. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടെങ്കിൽ ഞാൻ ഒഴിഞ്ഞിരുന്ന് കേൾക്കും. ഇങ്ങനെ എന്തായി പറയണത്, കാരണം അടുത്ത വയലിന് എന്തെങ്കിലും കിട്ടും. ഇങ്ങനത്തെ സംസാരത്തിൽ ഇങ്ങനെ കേട്ടാൽ എന്തെങ്കിലും സംഭവം കിട്ടും. അപ്പൊ അതിന്റെ കാരണം പറയണത് എന്താ കുറയും കൂടും ചെയ്യുന്ന ചില അതിന് പറയണതേ, ഒരാൾ ദ്വാരിക്കണത് അയാൾ വീട് പണിക്ക് നീക്കി വെച്ച സ്വർണ്ണുണ്ട്. ആ സ്വർണത്തിന് വില കൂടാനാണ് അയാൾ ദ്വാരക്കണത്. പറച്ചോനെ നാളെ വില കൂട്ടണേ, അടുത്ത മാസം വില കൂട്ടണേ എന്ന് ഇയാൾ ദ്വാരക്കുമ്പോ മറ്റേ ആൾ ദ്വാരക്കണത്, റബ്ബേ മകന്റെ കല്യാണത്തിന് മഹർ വാങ്ങണമെങ്കിൽ കുറഞ്ഞു കിട്ടണം. അപ്പൊ ഒരാളെ തഹജ്ജുദിന്റെ ശേഷമുള്ള ദുആ സ്വർണം കുറയാന്, ഒരാളെ ദുആ ഇത് കൂടാനും. വർക്ക് ഷാപ്പേരും ദ്വാരക്കണത് എന്താണ്? മൂലയുടെ വണ്ടി നാസാക്കണേ എന്നാണ്. മൂലയിൽ ദ്വാരക്കണത് എന്താണ്? എന്റെ വണ്ടി കേടരുത് എന്നാണ്. ഹോസ്പിറ്റൽ നടത്തുന്ന ആൾ ചിന്തിക്കണം എന്താ? നാട്ടിൽ രോഗം ഉണ്ടാകണം എന്നാണ്. നാട്ടുകാർ വിചാരിക്കണം എന്താണ്? ദീനം കേട് ഉണ്ടാകരുത് എന്നാണ്. ദ്വാകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളാണ് ഈ ദുന്യാവിൽ നടക്കുന്നത്. അത് ദുന്യാവിന്റെ പ്രത്യേകത, അതിന്റെ സംഭവങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യ ഭർത്താക്കന്മാർ ദീനിയായ ബന്ധമാണ്. ജമാഅത്തിനൊക്കെ കൃത്യമായി പോവുക. അതിനൊരു മോട്ടിവേഷൻ ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. എങ്കിൽ മക്കൾ ഉഷാറാവും. നേരെ മറിച്ച് വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴലുണ്ടാവൂല എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വടി വളഞ്ഞാൽ നിഴലും വളയും, മാതാപിതാക്കൾ വളഞ്ഞാൽ മക്കൾ വളയും. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ആത്മീയമായി ചിന്തിക്കണം. ഇന്ന് ബറാഅത്തിന്റെ രാവാണ്. രാത്രി കിടക്കുന്നതിന്റെ മുമ്പ് നമ്മെ നോക്കുന്ന നമ്മുടെ ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്. ഇമാം സുയൂത്തി തങ്ങളുടെ അവിടുത്തെ ഖൈറാത്തുൽ ഹിസാനിൽ പറയുന്നു, സുബ്ഹാനല്ലാഹ്, മരണപ്പെട്ടു പോയ ആളുകളുടെ ആത്മാക്കൾ ഖബറിന്റെ മുകളിലേക്ക് അവര് പുറത്തേക്ക് വരും. ഇമാം മാലിക് തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, അവര് പുറത്തേക്ക് വന്ന് എന്റെ കുടുംബം എനിക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുമ്പോ, ഓ സഹോദരി, നാം നമ്മുടെ ബാപ്പയ്ക്ക്, ഉമ്മയ്ക്ക്, വല്ലിപ്പയ്ക്ക്, വല്യമ്മക്ക് ഒരു ഫാത്തിഹയെങ്കിലും ഓതി ഹദിയ ചെയ്യണം. ഒരു യാസീൻ ഓതാൻ കഴിയുമോ അത് ചെയ്യണം. ഭർത്താവും അതുപോലെ ചെയ്യണം. ആ നിലക്കുണ്ടാകുമ്പോ ഒരു കാലത്ത് ഖബർ എന്ന കല്ലറയിൽ നമ്മൾ കിടക്കുമ്പോ നമ്മുടെ മക്കൾ, നമ്മുടെ മരുമക്കൾ നമ്മളെ പരിഗണിക്കണമെങ്കിൽ അങ്ങനെ വേണം. ആ രൂപത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ അതിന് ഇതുപോലെയുള്ള സമയങ്ങൾ തിരഞ്ഞെടുക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ മാനസികമായ പൊരുത്തം ഉണ്ടാവണം, ആത്മീയമായ പൊരുത്തമുണ്ടാവണം. അത്തവാഫുഖുൽ മാലിയ. മറ്റൊന്ന് ഫിനാൻഷ്യലി, സാമ്പത്തികമായിട്ടുള്ള പൊരുത്തം. അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. വീട് നിയന്ത്രിക്കുന്നവൾ പെണ്ണാണ്. വീടിന്റെ ചെയർമാൻ ആണാണ്. പ്രസിഡന്റ് അതല്ലെങ്കിൽ സെക്രട്ടറി പെണ്ണാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഒരു ഫിനാൻഷ്യൽ, ഒരു ആക്ഷൻ പ്ലാൻ, തവക്കുൽ പ്ലസ് ആക്ഷൻ ഈക്വൽ ടു സക്സസ്. വിജയിക്കണമെങ്കിൽ അള്ളാഹുവെ തവക്കുലാക്കുക. അതോടുകൂടെ ഓരോ കാര്യവും പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കും. അതിന് വേണ്ടത് എന്താ? ഒരു സാമ്പത്തികമായ എക്കണോമിക്കൽ ഡിസിപ്ലിൻ, ഒരു സാമ്പത്തികമായ അച്ചടക്കം ജീവിതത്തിൽ അനിവാര്യമാണ്. വരുമാനം എന്നാൽ ഒരു ടാങ്കിലേക്ക് ഒഴുകുന്ന ഒരു പൈപ്പിലൂടെ വരുന്ന വെള്ളം പോലെയാണ്. ഗസാലി ഇമാം പറയാം,
ചെലവ് എന്ന് പറഞ്ഞാൽ ടാങ്കിൽ നിന്ന് ഒഴുകുന്ന മറ്റു താഴോട്ട് പോവാൻ വേണ്ടി സപ്ലൈ ചെയ്യാനുള്ള പൈപ്പ് പോലെയാണ്. ചില ആളുകൾക്ക് വരുമാനം കേവലം സാലറി മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പൊ ഒരു പൈപ്പാണ്. ചെലവാണെങ്കിലോ ഫോൺ ബില്ല്, സ്കൂൾ ഫീസ്, കുട്ടികളെ ഫീസ്, ഗ്യാസിന്റെ ചെലവ്, വിറകിന്റെ ചെലവ്, അരി സാധനങ്ങൾ, അതുപോലുള്ള സംഭവങ്ങൾ, അതിൻ്റെ അടിയിൽ ചാക്കിൽ വഴുതി വീണത്, അപ്പുറത്ത് തല മുട്ടിയത്, ഇങ്ങനെ പല സംഭവങ്ങളുമായിട്ട് പലതും 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 ചെലവുകളുണ്ടാവും. ഈ ഒഴുകുന്ന ടാങ്കിൽ നിന്ന് സപ്ലൈ ചെയ്യാനുള്ള വഴി എത്ര നിയന്ത്രിക്കപ്പെടുന്നോ അതനുസരിച്ചു കൊണ്ടാണ് ഈ ടാങ്കിൽ സേവ. അതുകൊണ്ട് സമ്പത്തിനെ ഒരു ഭാഗം അവരവരുടെ നീഡ്സ്, ആവശ്യങ്ങൾക്ക് മാറ്റിവെച്ച്, ഒരു ചെറിയൊരു സംഭവം വാൺസ്, ചില താല്പര്യങ്ങൾക്ക് മാറ്റിവെച്ച്, ബാക്കിയുള്ളതിനെ രണ്ട് ഭാഗമാക്കി എമർജൻസി ഫണ്ട് എന്നുള്ള നിലയ്ക്ക് ചിലത് മാറ്റിവെച്ച് ഒരു ഭാഗം സേവ് ചെയ്യാൻ വേണ്ടിയും ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു നല്ലൊരു അച്ചടക്കമായിരിക്കും. അങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെണ്ണുങ്ങളൊക്കെ ചിലയിടത്തൊക്കെ ഈ ഉണ്ടിക ഉണ്ടാകലുണ്ട് അല്ലെ, വെള്ള ടാങ്കിൻ്റെ ആയിരിക്കും ഒരു കറുത്ത സാധനം ഉണ്ടാവും. ആ ഉണ്ടികയിൽ ഇങ്ങനെ ആങ്ങളാർ കൊടുത്ത പൈസയും അങ്ങനെ 500-ന്റെ നോട്ടും 100-ന്റെ നോട്ടും ഒക്കെ ഇങ്ങനെ ഇട്ടേക്കും. ഓള് ഓണപ്പൂട്ടിന് പോയാൽ മാപ്പിള ചിലപ്പോൾ പതുക്കെടുത്ത് കാണാതെ മുറിച്ചു, എന്നിട്ട് ഒക്കെ എടുത്തോണ്ടാവും. എന്നിട്ട് വേറെ ടാങ്ക് വെച്ചിട്ട് അതിക്ക് കുറെ 10-ന്റെ നോട്ട് ഇടും. ഇങ്ങനെ ഇപ്പോൾ നല്ല വണ്ണം മാറ്റാനോ സംഗതിക്കോ എന്തിനെങ്കിലുമൊക്കെ ഈ ആഭരണം മാറ്റാൻ വേണ്ടിയിട്ട് അത് പൊളിച്ചു നോക്കുമ്പോൾ ഫീവം 10-ന്റെ നോട്ട് ഇട്ടതൊക്കെ 500, തിരിച്ചു വരുന്നൊക്കെ 10. ഇതെന്ത് പരിപാടിയാ? അത് ചിലപ്പോൾ എൻ്റെ ബറാത്തിന്റെ യാസീൻ തെറ്റിയിട്ടുണ്ടാവും എന്നറിയും. അങ്ങനെ ആശ്വസിപ്പിക്കും, ശരിക്കും ഒതുക്കൊണ്ടോന്നും പറയും. അങ്ങനെ ചില ആൾക്കാരുണ്ട്, കുറെ വിദ്വാന്മാര്, എന്തെല്ലാം അല്ലാതെ ദുനിയാവിൽ നടക്കണം. പോട്ടെ. അപ്പൊ ചെറിയ ചെറിയ സേവിങ് കൊച്ചു കുട്ടികൾക്ക് വരെ പഠിപ്പിക്കൽ ആവശ്യം. സമ്പാദ്യം നീ പിശുക്കരുത്, അതോട്ട് കാര്യമല്ല. ഓവറായി ചെലവഴിക്കും ചെയ്യരുത്. ഒരു ജീവിയെ കുറിച്ച് ഹയാത്തുൽ ഹയവാനിൽ പറയുന്നുണ്ട്. ഈ ജീവിയുടെ പ്രത്യേകത എന്താ അറിയങ്ങള്? ആ ജീവി ഭക്ഷണം അത് സ്വരൂപിച്ച് പശ ഉപയോഗിച്ച് ഇങ്ങനെ ഉരുട്ടും. ഉരുട്ടി 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 അത് അപ്പോഴൊന്നും കഴിക്കൂല, വീടിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കഴിക്കാന്ന് തീരുമാനിക്കും. അങ്ങനെ ഉരുട്ടി വെച്ച് ഉരുട്ടി 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 വലിയ ഉണ്ടാകും. എന്നിട്ട് അതങ്ങനെ ഉന്തി കൊണ്ടുപോകും അതിന്റെ മാളത്തിലേക്ക്. അങ്ങനെ ഈ മാളത്തിലേക്ക് ഇത് നോക്കുമ്പോ ഇത് കടക്കൂല. ചെറിയ മാളം, വലിയ ഉണ്ട, കുറെ തള്ളി വെക്കും. അതിന്റെ മേലൊക്കെ കയറി തള്ളി വെക്കും. നേരത്തെ ആ ഉറുമ്പിന്റെ കഥ പറഞ്ഞാല് പാറ്റന്റെ മേലെ കയറി വലിച്ചിട്ടുണ്ടല്ലോ ചില അന്തക്കേടുള്ള ഉറുമ്പുകൾ, അതേപോലെ ഇത് കുറെ തള്ളി വെക്കും. തള്ളിയാലും ഇത് കയറൂല. എന്നാൽ എന്തെങ്കിലും വിശപ്പ് മാറ്റാൻ കഴിക്കോ? അങ്ങനെ വിശന്ന ജീവിയാണ് ചാവും. അല്ലാമ ദമീരി പറയാ ഹയാത്തുൽ ഹയവാൻ. ഇതുപോലെ ചില മനുഷ്യന്മാരുണ്ട്, ജീവിതത്തിൽ ശരിക്കൊന്നും തിന്നും കുടിക്കൂല, നേരെ ഡ്രസ്സും ധരിക്കൂല, കൂട്ടുകുടുംബത്തിന് ചെലവാക്കൂല, ഉണ്ടാക്കി എന്നെ ഓടെന്നെ പരക്കം പോയി എന്നെ പാഞ്ഞു പാഞ്ഞുണ്ടാക്കി അവസാനം ഒരൊറ്റ മരിച്ചരാ. അവർക്ക് എന്തെങ്കിലും കൊണ്ടുപോകും? ഒന്നും ഉണ്ടാവൂല. ആപ്പിൾ ഫോണിന്റെ ആള് മരിച്ചപ്പോ $1,00,000 അയാളുടെ അക്കൗണ്ടിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് കേസിലാ. കമ്പനിയും കുടുംബവും തമ്മിൽ അങ്ങോട്ടും കേസാ. കേസ് കൊടുത്തിട്ട് എന്താ? ദുന്യാവിന്റെ കേസിന്റെ അതെന്താ? ഇപ്പൊ മണ്ണാർക്കാട് ഭാഗത്ത് വിവാദമായ കേസ് കെട്ടി തോമസ് എഴുതിയിട്ടുണ്ട് അയാളെ ബുക്കിൽ. എന്താന്ന് പറഞ്ഞാല് ഒരാളെ പയ്യനെ, ഒരു റിട്ടയർ ഉദ്യോഗസ്ഥനാ, അയാളെ പയ്യനെ KSRTC ഇടിച്ചു. പയ്യ് മിൻഹാഹലക്കനാക്കും, അത് പോയി, ജീവൻ പോയി. KSRTC കേസ് കൊടുത്തു. അങ്ങനെ കേസ് കൊടുത്ത് 20 കൊല്ലം കേസ് നടന്നു. 20ാമത്തെ കൊല്ലം വിധി പറഞ്ഞു. അതിൻ്റെ ഇടയിൽ കുറെ ജഡ്ജിമാര് അങ്ങനെ ഉണ്ടല്ലോ, കുറെ ആൾക്കാർ മരിച്ചുപോയി, കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ ജപ്പാനിൽ ഒരാൾ 146ാമത്തെ വയസ്സിൽ അയാൾ മരിക്കണത് ആക്സിഡന്റ് ആയിട്ട്, 146. ആ മരിക്കണതിന് മുമ്പുള്ള അയാളുടെ ഫോട്ടോ ഉണ്ട്, അയാൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അയാളോട് വീഡിയോ അടിച്ചാൽ മരിച്ചോ എന്ന് പറഞ്ഞ ഡോക്ടർമാരൊക്കെ മരിച്ചിട്ട് അയാൾ മരിച്ചത്. അത് ഈ ലോകത്തിന്റെ ഓരോരോ പ്രത്യേകതകളും സംഭവങ്ങളുമാണ്. അപ്പൊ 20 കൊല്ലം കേസ് നടത്തിയിട്ട് കേസ് വിധി പറഞ്ഞു. പയ്യ് നടക്കേണ്ടത് അത് റോട്ടിൽ കൂടെ അല്ല, അത് കാട്ടിൽ കൂടെയാണ്, അതുകൊണ്ട് ഇവിടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ആ കേസ് തള്ളി. ഇയാൾക്കെതിരായി. അങ്ങനെ അയാള് ഹൃദയാഘാതം മൂലം മരിച്ചു. സാരല്ല, 89ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അപ്പൊ ഇങ്ങനെ ദുന്യാവിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കാലതാമസം ഉണ്ടാവും. ഇപ്പൊ AI സംവിധാനം വന്നപ്പോ അറബി പറയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അൽ ഖവി, അൽ ദക്കി, അൽ ലഈഫ്, വീക്ക് ആർട്ടിഫിഷ്യൽ, അതുപോലെ സ്ട്രോങ് ആർട്ടിഫിഷ്യൽ, സൂപ്പർ ആർട്ടിഫിഷ്യൽ. അത് തന്നെ 3 കിസ്മുകളുണ്ട്. അങ്ങനെ കുറെ സംവിധാനം വന്നുകൊണ്ട് ഇനി അതൊക്കെ ഇങ്ങനെ ചെറുതായി 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 വരും എന്നുള്ളതാണ്. എന്തോ ആവട്ടെ.